Hello friends, welcome to Shana's Recipes. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ദോശയാണ്. അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ദോശയായിരിക്കും. നല്ല ടേസ്റ്റിയാണ്, കാണുന്നത് പോലെ തന്നെ നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പവുമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡിന്നറിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മടിക്കരുത്. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ ദോശ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ദോശമാവാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ദോശമാവ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് തലേന്ന് തന്നെ കുതിർത്തി അരച്ചെടുത്തിട്ടുള്ള ദോശമാവാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ ഒരു ദോശ ഉണ്ടാക്കാനുള്ള അളവാണ് പറയണത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അരഭാഗം സവാള എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം സൈസ് സവാള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ വെച്ച് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം, ഒരുപാട് ആവശ്യമില്ല, ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം മതിയാവും. അതും നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മുട്ടയ്ക്കും അതുപോലെ തന്നെ ഈ സവാളയ്ക്കും ഒക്കെ ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി. വളരെ കുറച്ച് മതിയാവും, ഒരു 1/4 ടീസ്പൂണിൽ താഴെ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇനി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമ്മളൊരു ഓംലെറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ദോശ ചുടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല. അതല്ല, ഇനി നിങ്ങൾ അല്ലാത്ത ദോശച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ഒരു ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വലുതല്ല, ഏകദേശം ഈ ഒരു അളവിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 മുട്ടയല്ലേ എടുക്കുന്നുള്ളൂ. എന്നാൽ മാത്രമാണ് ഈ ഒരു കണക്കിനായിരിക്കും നല്ലത്. നിങ്ങൾ വലിയ ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മുട്ട കൂടി എടുക്കുക. അതനുസരിച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ ദോശ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ദോശയുടെ മാവിൻ്റെ ഒരു പച്ച ഇതങ്ങ് മാറി വരുന്ന സമയത്ത്, ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പശുവിൻ നെയ്യാണ്. ഇനി ഈ സമയത്ത് അങ്ങ് തീ കുറച്ച് വെക്കുക, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരിക്കലും മുഴുവൻ സമയം ദോശ ഹൈ ഫ്ലെയിമിലിട്ട് എടുക്കാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നെയ് റോസ്റ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ ചെയ്യാം. ഇതിപ്പോൾ മുട്ടയുടെ ബാറ്റർ കൂടി ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും. ഇനി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെയ്യ് നേരത്തെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ ദോശയുടെ അരിക് സ്ഥലങ്ങളിലും ആ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ദോശ വെന്ത് കഴിയുമ്പോൾ അങ്ങ് വിട്ടു പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നെയ്യും ഈ മുട്ടയുടെ ഒരു മിക്സും അതുപോലെ ആ ഗരം മസാല കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി ആഡ് ചെയ്യണത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. നല്ല കുരുമുളക് പൊടി നല്ലപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇടാൻ പാടില്ല. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിനൊരു നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനിത് എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയുടെ വീഡിയോയും അതുപോലെ തന്നെ ഗരം മസാലയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. കാരണം മുട്ട ആയതുകൊണ്ട് തന്നെ വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിലല്ല. നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ദോശയുടെ മുകളിലേക്ക് ആ മുട്ട ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം.
നമ്മൾ ഓൾറെഡി ദോശയിൽ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 2 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും ആ മുട്ടയുടെ മുകളിൽ നന്നായിട്ട് നെയ്യൊക്കെ ഇറങ്ങി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. അപ്പോൾ മറിച്ചിടുന്നത് ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഈ അരികൊക്കെ ഇതുപോലെ വിട്ട് വരും. അതുപോലെ തന്നെ ഇത് ഒരിക്കലും പൊട്ടിപ്പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിയിൽ ആ ദോശയും അതുപോലെ ആ മുട്ടയുടെ മിക്സ് എല്ലാം കൂടി നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇതുപോലെ മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോരില്ല. ഇനി എപ്പോഴെങ്കിലും അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയുടെ മിക്സ് ഒന്നും വെന്തിട്ടില്ല, പ്രോപ്പറായിട്ട് വേവാത്തപ്പോഴാണ് അതങ്ങനെ പൊട്ടിപ്പോകുന്നത്. മുഴുവനായിട്ട് മുട്ടയുടെ മിക്സ് വെന്തിട്ടുണ്ടാവില്ല, പക്ഷേ അതൊന്ന് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. കാരണം ഒരു 80% മുട്ടയുടെ വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ദോശയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതുകൊണ്ടാണത് പൊട്ടിപ്പോവാത്തത്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഒരു 2 മിനിറ്റ് വീതം വെക്കുമ്പോഴത്തേക്കും ആ മുട്ട അതിൽ നല്ലപോലെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടാവും. ഒന്നുകൂടി അങ്ങ് മറിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ വേവാത്തതുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്നും ഒരുപാട് നേരം വെക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു 1 മിനിറ്റൊക്കെ മതിയാവും. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റിന് ശേഷം നമുക്ക് അതങ്ങോട്ട് പുറത്തേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ മറിച്ചിട്ടിട്ടും അതൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് എൻ്റെ ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എഗ് ദോശയാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എഗ് ദോശയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സാമ്പാർ പൊടിയും അതുപോലെ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയുള്ള ഒരു എഗ് ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മസാല ദോശയിൽ നിന്നും നെയ് റോസ്റ്റിൽ നിന്നും എഗ് ദോശയിൽ നിന്നൊക്കെ ഒന്ന് മാറി വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതുപോലെ നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.